അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിൽ കുറെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എത്ര നിയമം പഠിച്ചു എന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? എത്ര നിയമങ്ങൾ പഠിച്ചു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാമോ? ആറ്. ബെസ്റ്റ്. ഇനി വേറെ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തു 6 ഒരാൾ കമന്റ് ചെയ്തു 15, ഒരാൾ 17. അപ്പൊ എന്തായിക്കൊള്ളട്ടെ, എന്റെ കണക്കില് 14 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒരാള് 11. ഓക്കെ, അപ്പൊ എന്റെ കണക്കിൽ എന്തായാലും 14 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ച ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ 2ആയിട്ടൊക്കെ എഴുതി കാണും. ഞാൻ ചിലപ്പോൾ അത് ഒരുമിച്ചായിരിക്കും പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കഴിഞ്ഞ ക്ലാസ് ആണ് പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ മൊത്തത്തില് 14 നിയമം പഠിച്ചു എന്നാണ് എന്റെ ഓർമ്മ തെറ്റില്ല, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത് പഠിക്കാം. അപ്പൊ നമ്മൾ ഒരു കാര്യം, നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ച സമയത്ത് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതിന് കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അത് എക്സാം ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് അധികം തരാത്തത്. ചില നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന നിയമങ്ങളുടെ എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയുന്ന നിയമങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറയുക, അപ്പൊ തന്നെ അതിന്റെ എക്സാമ്പിൾ ഇട്ട് തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഇതിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലർക്കും സുപരിചിതമായ നിയമമായിരിക്കും അത്. പരീക്ഷയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു നിയമമാണ്. PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കുറച്ച് കൺജങ്ഷനുകൾ ആസ് വെൽ as. അപ്പൊ ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു കൺജങ്ഷനുമായി ബന്ധപ്പെട്ട നിയമം മാത്രം ഞാൻ ഇവിടെ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ആസ് വെൽ as എന്ന് പറയുന്ന കൺജങ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സബ്ജക്റ്റുകളെ തമ്മിൽ ഇതുപയോഗിച്ച് കൂട്ടിച്ചേർക്കും. ഓക്കെ, ഒരു സെന്റൻസിനകത്ത് 2 സബ്ജക്റ്റ് കാണും. ആ 2 സബ്ജക്റ്റുകളെ ആസ് വെൽ as ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കും. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ വെർബ് എഴുതാൻ സമയത്ത് ഈ ആദ്യ സബ്ജക്റ്റിനെ വേണം പരിഗണിക്കാൻ. ഇതാണ് ഇതിന്റെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ആസ് വെൽ as ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ആദ്യ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. ഇതാണ് നിയമം. ഒരു പക്ഷേ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആവാം, ചിലപ്പോൾ പ്ലൂറൽ ആവാം. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ നോക്കുക, അതിനനുസരിച്ചുള്ള വെർബ് കൊടുക്കുക. ഇതാണ് നിയമം. ഒന്നുകൂടി പറയുന്നു, ആസ് വെൽ as ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കൊടുക്കുക. ഓക്കെ, നിയമം ക്ലിയർ ആണോ? ഈ ആസ് വെൽ as നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്ന മറ്റു ചില കൺജങ്ഷനുകളുണ്ട്. ഓക്കെ, ഇത് കുറേ ഉണ്ട്. ഇവ എല്ലാത്തിനും ഇത് തന്നെയാണ് നിയമം. ആദ്യ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കൊടുക്കുക. ഓക്കെ, അപ്പോ ഞാനിനി നിയമം ബാക്കി കൂടി പറയാം. അതായത് ഇതിന്റെ കൂടെ വരുന്ന കൺജങ്ഷൻ പറയും, നിങ്ങൾ അങ്ങ് എഴുതിക്കൊള്ളുക. ഓക്കെ, എഴുതിയതിനു ശേഷം നമ്മൾ ഒന്നുകൂടി അതൊന്ന് പറയും. അപ്പോ അടുത്ത റൂളായിട്ട് എഴുതിക്കൊള്ളുക, 2 സബ്ജക്റ്റുകളെ ആസ് വെൽ as, ആസ് മച്ച് as, ഇങ്ങനെയാണ്. ആസ് മച്ച് as. ഓക്കെ, ആസ് വെൽ as പോലെ ആസ് മച്ച് as. in addition to
അടുത്തത് rather than, together with, along with, together with, along with, like, unlike, besides. ഇതാണ് വാക്ക് besides. അടുത്തത് and not, ഒറ്റ വാക്കാണ് and not. more than, no less than, more than comma, no less than. including, അടുത്തത് followed by, അടുത്തത് accompanied by, in the company of, അടുത്തത് in the company of. ഇവയിലൊന്നുകൊണ്ട് കൂട്ടിച്ചേർത്താൽ, ആദ്യ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതണം. ആരുടെയോ ഓഡിയോ ഓൺ ആണ്, ദയവ് ചെയ്ത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ആദ്യ സബ്ജക്റ്റിന് അനുസരിച്ച് വെർബ് എഴുതണം. ഓക്കെ, ഇതാണ് നിയമം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ആസ് വെൽ എസ് മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്നാൽ ആസ് വെൽ എസിന് പകരം നമ്മളിപ്പോ ബാക്കി കുറെ കൺജങ്ഷനുകൾ പറഞ്ഞു. ഇവയിൽ ഏത് കൊണ്ട് കൂട്ടിച്ചേർത്താലും നമ്മുടെ നിയമം ആർക്ക് തുല്യം? ആസ് വെൽ എസിന് തുല്യം. ഓക്കെ, ഇതിലെല്ലാം ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. എന്നാലും ഇതേ സമാന സ്വഭാവമുള്ള കൺജങ്ഷനുകൾ അത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാം ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. എന്നാലും നിങ്ങൾ ഇത്രയും ഒന്ന് നന്നായിട്ട് പഠിച്ചു വച്ചേക്കുക. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് ഒരിക്കലും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ കൺജങ്ഷനുകളിൽ ഏതുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ കൂട്ടിച്ചേർത്താലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സബ്ജക്റ്റ് നോക്കണം, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. അതിനനുസരിച്ച് നമ്മൾ സിംഗുലർ ആയ വെർബോ പ്ലൂറൽ ആയ വെർബോ കൊടുക്കുക. ഓക്കെ, ഇതാണ് നിയമം. ഞാൻ ഇനി ബോർഡ് മായ്ക്കുകയാണ്. എക്സാമ്പിള് ഒന്നോ രണ്ടോ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതും. കാരണം ആർക്കെങ്കിലും ഇതൊരു സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോയിക്കോ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. ഓക്കെ, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഓപ്ഷൻ ഞാൻ അടുത്തെഴുതും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ച കൺജങ്ഷനുകളിൽ ഒന്നായ എലോങ് വിത്ത് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോ ഈ ടുഗദർ വിത്ത്, എലോങ് വിത്ത്, വിത്ത്, ഈ മൂന്നെണ്ണം സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ഒന്നും ചോദിക്കുന്നതല്ല. പക്ഷെ ടുഗദർ വിത്ത്, എലോങ് വിത്ത്, വിത്ത്, ഇത്രയൊന്നും ഓർത്തു വെച്ചേക്കണം. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഇവിടെ വിത്ത് കൊണ്ടായിരിക്കും ഇതിനെ കൂട്ടിച്ചേർക്കുക.
പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇത് വായിച്ചു പോകുമ്പോൾ ഈ വിത്ത് നമുക്കൊരു കൺജങ്ഷൻ ആണെന്നുള്ളത് ചിലപ്പോൾ ഓർമ്മയിൽ കിട്ടണമെന്നില്ല. അതേ സ്ഥാനത്ത് എലോങ് വിത്ത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, ടുഗദർ വിത്ത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പകരം വിത്ത് എന്ന കൺജങ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ സെന്റൻസ് അങ്ങ് വായിച്ചങ്ങ് പോവും. ഇത് കൺജങ്ഷൻ ആണെന്നുള്ള നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എലോങ് വിത്ത്, ടുഗദർ വിത്തിനൊപ്പം വിത്ത് എന്ന കൺജങ്ഷൻ കൂടി ഓർത്തോളണം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതാണിത്. ഇങ്ങനെ വരുമ്പോൾ ആദ്യ സബ്ജക്ട് എടുക്കണം. നമുക്കിവിടെ 2 സബ്ജക്റ്റുകളാണുള്ളത്. ബോയ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, ടൂറിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്ട് ഉണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ആദ്യം തന്നേക്കുന്ന സബ്ജക്ട് ബോയ് ആണ്. ബോയ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. ആർക്കും ഒരു സംശയം കാണില്ല, ഇത് സിംഗുലർ ആണ്. ഓക്കെ, ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കിനി 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ നിന്ന് സിംഗുലർ ആയ വെർബാണ് ആവശ്യം. ഓക്കെ, ഞാൻ ഇനിയാണ് ഓപ്ഷൻ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഇതിന് വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡു ആയിരുന്നു, ഒന്ന് ഹാസ് ആയിരുന്നു, ഒന്ന് ഹാവ് ആയിരുന്നു, ഒന്ന് ഡസ് ആയിരുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് വന്ന 4 ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം. 4 ഓപ്ഷനിൽ എത്ര സിംഗുലർ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഈ ഹാസും സിംഗുലർ ആണ്, ഡസും സിംഗുലർ ആണ്. കാരണം എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണ് സിംഗുലർ. ഇത് രണ്ടും എസ്സിൽ അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് രണ്ടും പ്ലൂറൽ വെർബുകളാണ്. ഓക്കെ, 2 സിംഗുലറുകൾ ഇവിടെയുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ടോപ്പിക്കിന്റെ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വെർബുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നത്. ഈ തന്നിരിക്കുന്ന ഡാഷിന് ശേഷം തന്നിരിക്കുന്ന വെർബ് ഒന്ന് നോക്കുക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്ന ഗോൺ ആണ്. ഇത് ഒരു വെർബിന്റെ 3ാമത്തെ രൂപമാണ്. ഗോ എന്ന് പറയുന്ന വെർബിന്റെ 3ാമത്തെ രൂപമാണ് ഈ കിടക്കുന്ന ഗോൺ. സാധാരണ V3ക്ക് മുമ്പ് ഉപയോഗിക്കുന്നത് ഹാസോ, ഹാവോ, ഹാഡോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, അതിൽ നിന്ന് ഇവിടെ ആരാണുള്ളത്? ഹാസ് എന്ന സിംഗുലർ ആണ് ഇവിടെ ചേരുക. ഓക്കെ, ചിലർക്ക് സംശയം തോന്നും, ഡസ് വരില്ലേ എന്ന് തോന്നും. ഓക്കെ, അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഈ 3 വെർബുകൾക്ക് ശേഷം മറ്റൊരു വെർബ് വരണമെങ്കിൽ, ഓക്കെ, എന്ന് വെച്ചാൽ നോയിക്കോളണം, ഇവിടെ ഇപ്പോ ഒരു വെർബ് ഉണ്ട്, അതിന് പകരം ഞാൻ ഇവിടെ വെർബ് എന്ന് എഴുതി. ഈ തൊട്ട് മുന്നിലുള്ള ഡാഷില് ഡുവോ, ഡസോ, ഡിഡോ വരണമെങ്കിൽ കൂടെ ഒരു നോട്ട് കൂടെ വേണം. ഓക്കെ, അല്ല എങ്കിൽ ഒരിക്കലും ഇതിനെ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം ഡയറക്റ്റ് ഒരു വെർബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ കൂടെ നോട്ട് കൂടി ചേർത്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ ഡസിനെ എടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം കൂടെ നോട്ട് വേണം. അങ്ങനെ ചേർത്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരിക്കലും ഡസും ഗോണും തമ്മിൽ ചേരില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഡു, ഡസ്, ഡിഡിനൊപ്പം ഒരു വെർബ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കൂടെ ആര് വേണം? നോട്ട് കൂടി വേണം. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഒരിക്കലും ഡു പ്ലേ എന്ന് പറയാറില്ല, ഡസ് പ്ലേ എന്ന് പറയാറില്ല. ഓക്കെ, ഡു, ഡസിന് ശേഷം ഡയറക്റ്റ് ഒരു വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഡോണ്ട് പ്ലേ എന്ന് ഉപയോഗിക്കാം, ഡസിന്റ് പ്ലേ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നോട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഡു, ഡസ്, ഡിഡിന് ശേഷം ഒരു വെർബ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ
അപ്പൊ ഇവിടെ നമുക്ക് വന്നത് V3 ആണ്. V3 വന്നത് കൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിൽ ആരേ ചേരുള്ളൂ? ഹാസേ ചേരുള്ളൂ. ഡസിനൊപ്പം ഒരിക്കലും V3 ചേരില്ല. ഇനി വേറെ എക്സാമ്പിൾ വേണോ ഈ നിയമത്തിന്റെ? അതോ ഉത്തരത്തിൽ എത്തുന്ന രീതി മനസ്സിലായോ? വേറെ എക്സാമ്പിൾ വേണോ? വേണമെങ്കിൽ ഒരു എസ് കമന്റ് ചെയ്യുക, വേണ്ടെങ്കിൽ ഒരു നോ കമന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. വേണം. ശരി, നോക്കോ, ഒരു ചോദ്യം കൂടി പറയാം. നോക്കൂ, പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. റാണി as well as her friends dash won a prize. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഓക്കെ, നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് വെൽ as എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കുക, അവിടെ രണ്ട് സബ്ജക്റ്റും ഉണ്ടാവും. റാണി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഹെർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റ്. നമുക്കിവിടെ പരിഗണിക്കേണ്ടത് ആദ്യ സബ്ജക്റ്റിനെയാണ്. ഓക്കെ, നമുക്ക് അപ്പൊ ആദ്യ സബ്ജക്റ്റ് കിട്ടി റാണി. നമ്മൾ ചെയ്യുന്നു, ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുന്നു. റാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളെ ഉള്ളൂ, സിംഗുലർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന 4 ഓപ്ഷനുകളിൽ നിന്ന് ഒരു സിംഗുലർ നമുക്കിവിടെ വരണം. ഓക്കെ, ഓപ്ഷൻ ഏതൊക്കെയെന്ന് എനിക്കും അറിയില്ല, ഇനി വേണം നോക്കാൻ. പരീക്ഷയ്ക്ക് ഇതിന്റെ ഓപ്ഷനുകളായിരുന്നത് ഒന്നാമത്തേത് ഹാസ്, രണ്ടാമത്തേത് ഹാവ്, മൂന്നാമത്തേത് ഹാവിങ്, നാലാമത്തേത് ഹാവ് ബീൻ. ഓക്കെ, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച 4 ഓപ്ഷനുകൾ. കണ്ടുപിടിക്കാൻ വേറൊന്നുമില്ല, സബ്ജക്റ്റ് സിംഗുലർ ആണ്, സിംഗുലറായ വെർബ് വേണം. നമുക്കറിയാം സിംഗുലറായ വെർബ് എന്ന് പറയുന്നത് എസിൽ അവസാനിക്കുന്നതാണ്. 4 ഓപ്ഷൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരൊറ്റ സിംഗുലർ വെർബ് മാത്രമേ ഉള്ളൂ, ഈ ഒരു സാധനം. ഇവിടെ നമ്മൾ ഹാസ് എഴുതുന്നു, ഹാസിന് ശേഷം വോൺ എന്ന് പറയുന്ന ഒരു വെർബിന്റെ തേർഡ് ഫോം തന്നിട്ടുമുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഉത്തരത്തിലെത്താനുള്ള വഴി. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ഒറ്റ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, അതിനെ ഉത്തരമായി കൊടുക്കുക. ക്ലിയർ ആണോ? നിങ്ങളിത് പേടിക്കണ്ട, ഇപ്പൊ തൽക്കാലം നിയമം ഉത്തരത്തിൽ എത്താനുള്ള വഴി. ചോദ്യം ആവശ്യം പോലെ തരും, പിന്നീടെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കി നോക്കി നമ്മൾ ഇവിടെ നിൽക്കണം. അപ്പോ അടുത്തൊരു നിയമത്തിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിയമം, വളരെ അപൂർവങ്ങളായി മാത്രം പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുമുണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് ചില വസ്തുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും, ചില വസ്തുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോവില്ല, തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ പ്രത്യേകം പറഞ്ഞു, ചില വസ്തുക്കളെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താം, ചിലതിനെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചില വസ്തുക്കളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തും, ചില വസ്തുക്കളെ അളന്നു തിട്ടപ്പെടുത്തും. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, ചില വസ്തുക്കളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തും, ചില വസ്തുക്കളെ അളന്നു തിട്ടപ്പെടുത്തും. ഓക്കെ,
എന്റെ കയ്യിൽ കുറച്ച് പേനയുണ്ട്. ഓക്കെ, അപ്പോ ഇവയെ എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനേ പറ്റൂ. 1, 2, 3, 4. കാരണം എനിക്കിതിനെ അളന്നു തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ പേന എന്ന് പറയുന്ന വസ്തു എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിനെ എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. എന്നാൽ എന്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് എന്ന് കരുതുക. ഓക്കെ, അല്ലെങ്കിൽ കിണറിലുള്ള വെള്ളം. നമ്മൾ ഒരിക്കലും അതിനെ എണ്ണിയല്ല തിട്ടപ്പെടുത്തുന്നത്, അളന്നാണ് തിട്ടപ്പെടുത്തുന്നത്. ഇനി അതും വേണ്ട, നിങ്ങളൊക്കെ റേഷൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മണ്ണെണ്ണ കിട്ടും. ഓക്കെ, ആ മണ്ണെണ്ണ നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും ആ കടക്കാരൻ എണ്ണിയല്ല തരുന്നത്, അളന്നാണ് തരുന്നത്. ഓക്കെ, ഇനി അരി. നമുക്ക് വേണമെങ്കിൽ അരിയെ എണ്ണിയെടുക്കാം. ഒരു പിടി അരി നമ്മുടെ കയ്യിലെടുത്തിട്ട് നമുക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എണ്ണാം. പക്ഷേ നമ്മളൊരു കടയിൽ പോയി അരി ചോദിച്ചാൽ ആ കടക്കാരൻ നമുക്ക് അരി ഒരിക്കലും എന്ത് ചെയ്യാറില്ല, എണ്ണി തരാറില്ല, അദ്ദേഹം അളന്നേ തരാറുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്, ചില വസ്തുക്കളെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തും, ചില വസ്തുക്കളെ അളന്ന് തിട്ടപ്പെടുത്തും. ഈ അളന്ന് തിട്ടപ്പെടുത്തുന്ന വസ്തുക്കളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എണ്ണാറില്ല. അതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്ന് വിളിക്കുന്നത്, എണ്ണി തിട്ടപ്പെടുത്താത്ത വസ്തുക്കൾ. ഓക്കെ, അൺകൗണ്ടബിൾ. ഓക്കെ, ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന ഒരു ചോദ്യത്തിലെ സബ്ജക്റ്റ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന ഒരു ചോദ്യത്തിലെ സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും. ചിലപ്പോൾ ചോദ്യം ഉണ്ടാക്കുന്ന ആള് സബ്ജക്റ്റ് ആയിട്ട് തരുന്നത് റൈസ് എന്നായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം തരും വാട്ടർ എന്ന് തരും. ഓക്കെ, ചിലപ്പോൾ അദ്ദേഹം പെട്രോൾ എന്ന് തരും, ചിലപ്പോൾ അദ്ദേഹം കെറോസിൻ എന്ന് തരും. ഓക്കെ, ചിലപ്പോൾ അദ്ദേഹം ഗോൾഡ് എന്ന് തരും. ഓക്കെ, അപ്പോഴും ചിലർക്ക് സംശയം തോന്നാം, ഗോൾഡ് എണ്ണിയാണോ തിട്ടപ്പെടുത്തുന്നത് അതോ അളന്നാണോ തിട്ടപ്പെടുത്തുന്നത്? ഓക്കെ, നമ്മൾ ഒരു കടയിൽ പോയി ഒരിക്കലും 1 സ്വർണം, 2 സ്വർണം, 3 സ്വർണം, 4 സ്വർണം എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, എന്നാൽ ഈ സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന കമ്മലോ മാലയോ വളയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എനിക്കൊരു 2 മോതിരം വേണം, അല്ലെങ്കിൽ 2 മാല വേണം, 10 വള വേണം. ഇവയൊക്കെ നമ്മൾ എണ്ണിയാണ് തിട്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എണ്ണത്തോട് ചേർത്തല്ല പറയുന്നത്. 1 സ്വർണം, 2 സ്വർണം, 3 സ്വർണം എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു അൺകൗണ്ടബിൾ നൗണിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഈ നിയമം മനസ്സിലാക്കാൻ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താത്ത വസ്തുക്കൾ, അതാണ് അൺകൗണ്ടബിൾ നൗണുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു നൗൺ സബ്ജക്റ്റായി വന്നാൽ, ഓക്കെ, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടുന്നു, ചോദ്യത്തിലെ സബ്ജക്റ്റ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഒരു കാരണവശാലും അതിനെ പ്ലൂറലായി പരിഗണിക്കരുത്, ഇതിനെ സിംഗുലറായി പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനൊപ്പം സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ നിയമം ഇത്രയേ ഉള്ളൂ. അൺകൗണ്ടബിൾ നാമങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താത്ത നാമങ്ങൾക്കൊപ്പം സിംഗുലർ വെർബ് മാത്രം ഉപയോഗിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ നിയമം. അപ്പൊ നിങ്ങൾ അടുത്ത നിയമമായി എഴുതി വെക്കുക, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താത്ത
അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗണുകൾക്കൊപ്പം സിംഗുലർ വെർബ് മാത്രം ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ നിയമം. ഓക്കെ, അൺകൗണ്ടബിൾ നൗണുകൾക്കൊപ്പം അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നാമങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താത്ത വസ്തുക്കൾക്കൊപ്പം എങ്ങനെ വേണോ നിങ്ങൾക്ക് എഴുതാം. എന്ത് വേണം ഉപയോഗിക്കാൻ? സിംഗുലർ വെർബ് മാത്രം ഉപയോഗിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷകളിൽ ഈ ഒരു നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും, ഞാനിപ്പോ 3 എണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ഇതിൽ കൂടുതൽ വന്നാലോ എന്ന് തോന്നും. ഓക്കെ, ഇത് നിങ്ങൾക്ക് നാളെ തന്നെ ഇതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. ഓക്കെ, അൺകൗണ്ടബിൾ നാമങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതപ്പോ നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. ഓക്കെ, ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക? നിയമങ്ങൾ മാത്രം മനസ്സിലാക്കി പോവുക. അപ്പൊ അടുത്ത ഒരു നിയമം, ഒറ്റ വാക്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു നിയമം. ഓക്കെ, ഇതിന് കുറെ പ്രാധാന്യമുണ്ട്. കാരണം കാഴ്ചയിൽ പെട്ടെന്ന് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു നിയമമാണ് പറയുന്നത്. ദ നമ്പർ ഓഫ്. ഇതും സ്ഥിരം ചോദ്യമൊന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ദ നമ്പർ ഓഫ്. നമുക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് കിട്ടുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും തുടങ്ങുക. ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിനെ തുടർന്ന് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും തന്നിരിക്കുക. ഓക്കെ, ഒരു പ്ലൂറൽ സബ്ജക്റ്റ്. സാധാരണ ഈ ചോദ്യത്തിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ദ നമ്പർ ഓഫ് എന്ന് തരും, അതിനുശേഷം ഒരു സബ്ജക്റ്റ് തരും, നമ്മളോട് വെർബ് എഴുതാനും പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് സിംഗുലർ വെർബ് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, ഇവിടെ എഴുതേണ്ടത് സിംഗുലർ വെർബ് വേണം എഴുതാൻ. നമ്മൾ വൺ ഓഫിന്റെ ഒക്കെ നിയമം പഠിച്ചതുപോലെ സാധാരണ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ തൊട്ടടുത്തുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോ ഇതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും പോകണ്ട. ഒറ്റ കാര്യം ഇങ്ങനെ പഠിക്കുക, ഒരു GK പഠിക്കുന്നത് പോലെ പഠിക്കുക. ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാക്കുന്നവൻ നിങ്ങളെ വേണമെങ്കിൽ തെറ്റിക്കും. ദ നമ്പർ ഓഫ് തന്ന് സിംഗുലർ വെർബും തന്ന് ഇവിടെ ഡാഷ് ഇടും. ഓക്കെ, ഇവിടെ ഡാഷ് ഇടും. ആ ചതിക്കുഴിയിൽ വീഴരുത്. ഇവിടെ എന്ത് തന്നെ വരികയും വേണം, പ്ലൂറൽ വരികയും വേണം. അപ്പോ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാം. ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ചോദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെയാണ് ഡാഷ് എങ്കിൽ അപ്പോ കൺഫ്യൂഷൻ തോന്നും. ഇവിടെ സിംഗുലർ അല്ലേ, അപ്പൊ ഇവിടെ സിംഗുലർ കൊടുക്കണോ എന്ന്. അപ്പോ അങ്ങനെ ഒരു ചതിക്കുഴിയിൽ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ ഇതിനെ ഒരല്പം കൂടി ചേർത്ത് പഠിക്കുക. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ഉപയോഗിക്കണം. നമ്മൾ ഇവിടെ ഒരു സാധനം കൂടുതലായിട്ട് പഠിക്കും. ആ പഠിച്ചാലുള്ള ഗുണം ഈ മേഖല ചോദിച്ചാലും നമുക്ക് തെറ്റില്ല. ഇനി അഥവാ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇതാണ് ചോദിക്കണമെങ്കിൽ വിധി എന്നോർത്ത് സമാധാനിക്കുകയും വേണം. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഈ നിയമം ഞാൻ ഇങ്ങനെ തന്നെ പറയും. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ഉപയോഗിക്കണം. എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വച്ചിരുന്നാലും മതി. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. മലയാളത്തിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതുക. ദ നമ്പർ ഓഫിന് ശേഷം
പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? എഴുതുന്നതും പഠിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം, പറയേണ്ടത് എന്റെ കടമ, അത് ഞാൻ പറയും. ഇതെങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ചോദ്യം ദ നമ്പർ ഓഫ് എന്ന് തുടങ്ങും, അതിനുശേഷം ഒരു സബ്ജക്റ്റ് തന്നിരിക്കും, അത് പ്ലൂറലിൽ തന്നെ ചോദ്യകർത്താവ് തരും, 4 വെർബ് തരും, നമ്മൾ അതിൽ നിന്ന് ഒരു സിംഗുലർ എടുത്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ 4ാമത്തെ നിയമം, ഈ ദ നമ്പർ ഓഫ് എന്നുള്ളത് എ നമ്പർ ഓഫ് എന്ന് മാറും. ഓക്കെ, എ നമ്പർ ഓഫ് എന്നുള്ളത് ചിലപ്പോ ചോദ്യമായി വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ തുടർന്ന് പ്ലൂറൽ സബ്ജക്റ്റ് തന്നെ വരുന്നു, കൂടെ പ്ലൂറൽ വെർബും വരും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് എ നമ്പർ ഓഫിനെ കുറിച്ചും പറഞ്ഞു, ദ നമ്പർ ഓഫിനെ കുറിച്ചും പറഞ്ഞു. ഇവ രണ്ടും കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്ലൂറൽ സബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ, എ നമ്പർ ഓഫ് കഴിഞ്ഞാലും പ്ലൂറൽ സബ്ജക്റ്റ്, ദ നമ്പർ ഓഫ് കഴിഞ്ഞാലും പ്ലൂറൽ സബ്ജക്റ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ മറക്കാം. എ നമ്പർ ഓഫ് ആയാലും ദ നമ്പർ ഓഫ് ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ തന്നെയാണ്, വെർബിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് 2 GK പോലെ വേണമെങ്കിൽ പഠിക്കാം. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറലും ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലറും. ഓക്കെ, ശ്രദ്ധിക്കുക, എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ വെർബും ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബും. പക്ഷെ രണ്ടിടത്തും സബ്ജക്റ്റ് എന്ത് തന്നെയാണ്? പ്ലൂറൽ തന്നെയാണ്. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഒഴിവാക്കി നിങ്ങൾക്ക് പഠിക്കാം. കാരണം രണ്ടിടത്തും സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പക്ഷെ എഴുതി വെക്കുമ്പോ ഇത് ഇങ്ങനെ തന്നെ എഴുതണം. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വെർബും. പഠിച്ചെടുക്കുമ്പോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ മനസ്സിൽ ഓർക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കാം, രണ്ടിടത്തും പ്ലൂറൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം? ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബും എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ വെർബും. ഓക്കെ, തെറ്റിപ്പോകരുത്. ദ നമ്പർ ഓഫിന് ശേഷം സിംഗുലർ വെർബും എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ വെർബും ഉപയോഗിക്കണം. ഓക്കെ, ഇതുകൂടി ഒന്ന് എഴുതി വെച്ചേക്കുക. നേരത്തെ എഴുതിയ അതേ പാറ്റേണിൽ തന്നെ എഴുതിക്കോളൂ. ഈ ഒരു സ്ഥലം മാത്രം മാറ്റി കൊടുക്കുക. നേരത്തെ സിംഗുലർ ആയിരുന്നിടത്ത് ഇനി പ്ലൂറൽ വെർബ് എന്ന് എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഒരു യെസ് കമന്റ് ചെയ്യുക. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഏയും ദായും ഒക്കെ തമ്മിൽ ഒരുപോലെയൊക്കെ തോന്നും. പക്ഷെ തെറ്റിപ്പോകരുത്. ഇതില് നിയമം കൃത്യമായി പഠിച്ചില്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഏക്ക് എന്ത് കൊടുക്കണം, ദായ്ക്ക് എന്ത് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അത് തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി ഞാൻ ഇതിനൊക്കെ ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. ഞാന് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു 50 ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, PSC ക്വസ്റ്റ്യൻ ടാഗ് എന്ന മേഖലയിൽ ഇന്നേ വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ പാറ്റേൺ ചോദ്യങ്ങളും അതിനകത്തുണ്ട്. PSC ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള എല്ലാ പാറ്റേണും. ഓക്കെ, അപ്പോ 50 ചോദ്യങ്ങളിൽ
50 മാർക്കും കിട്ടിയ 50 ശരിയായിരുന്ന എത്ര പേരുണ്ട്? ഒരു എസ് ഒന്ന് കമന്റ് ഇട്ടെ നോക്കട്ടെ. 50 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 50 ശരിയുണ്ടായിരുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. ഓക്കെ, ആരുമില്ല. 49 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു പക്ഷേ തെറ്റിപ്പോയ ആ ഒരു ചോദ്യം ഞാനൊന്ന് ഗസ് ചെയ്യണം. നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലർക്ക് 48 ഉള്ളൂ, അപ്പൊ 2 തെറ്റി. ഒരു തെറ്റ് പറ്റിയവർ ഞാനൊന്ന് ഗസ് ചെയ്യണം ആ ചോദ്യം. ചോദ്യത്തിന്റെ ഫുൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടി കൊടുത്തതാണ്. ഇങ്ങനെ ലെറ്റസിൽ തുടങ്ങി അവസാനം ഒരു പ്ലീസ് വന്ന ചോദ്യമായിരുന്നു. ഇത് തെറ്റിയ എത്ര പേരുണ്ട്? അതായത് 49 മാർക്ക് കിട്ടിയതിൽ ഒരെണ്ണം തെറ്റിയതാണ്. ഓക്കെ, ഒരാളുണ്ട്. ഓക്കെ, അപ്പോ ഈ ചോദ്യം ഞാൻ ഗസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഒരു പക്ഷേ ഈ ചോദ്യത്തിന്റെ ഇത്രയും മാത്രമേ വായിച്ചു കാണുള്ളൂ. നിങ്ങൾ ചോദ്യത്തിന്റെ അവസാനം വരെ ഒരു പക്ഷേ പോയി കാണില്ല. ഓക്കെ, നിങ്ങൾ ലെറ്റസിൽ തുടങ്ങുന്നത് മാത്രം കണ്ടപ്പോ നിങ്ങൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഷാൾ ബി ഉത്തരമായി നിങ്ങൾ എടുത്തു കാണും. ഓക്കെ, ഇത് ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതില് നിങ്ങളെ പോലെ തന്നെ പരീക്ഷ എഴുതിയ പലർക്കും തെറ്റിയിട്ടും ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിനകത്ത് പ്ലീസ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പല ടോപ്പിക്കിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചതാണ്. പ്ലീസ്, കൈൻഡ്ലി ഇങ്ങനെയൊക്കെ വരുന്ന സെന്റൻസുകൾ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ടാഗ് പഠിച്ചപ്പോ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ വിൽ യു ആയിരിക്കണം, അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കണം, അല്ലെങ്കിൽ കാണ്ട് യു ആയിരിക്കണം. ഈ മൂന്നെണ്ണത്തിൽ എന്തായാലും ആ ഓപ്ഷനിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വിൽ യു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ഈ ചോദ്യം പ്ലീസ് ഇല്ലാതെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം ഷാൽ ബി കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇനിയെങ്കിലും ശ്രദ്ധിച്ചു വച്ചോളണം, ലെറ്റസിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾക്കൊപ്പം പ്ലീസോ കൈൻഡ്ലിയോ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ ഈ 3 ഉത്തരത്തിൽ ഒരെണ്ണം അവിടെ ഓപ്ഷനിൽ കാണും, അത് വേണം ഉത്തരമായി കൊടുക്കാൻ. ഇതില്ല എങ്കിൽ മാത്രമേ ഈ ഷാൾ ബിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ബാക്കി തെറ്റിയവരുടെ ഉത്തരങ്ങൾ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നമ്മുടെ ടോപ്പിക്ക് മുന്നോട്ട് പോകില്ല. ഓക്കെ, അപ്പോ ആ 48 കിട്ടിയവർക്ക് വേണ്ടി നിങ്ങൾക്ക് തെറ്റിയ ഒരു ചോദ്യം ഒന്ന് കമന്റ് ചെയ്യാമോ? ഞാൻ ഈ പറഞ്ഞതല്ല എങ്കിൽ. അപ്പോ അത് വേറെയും ആർക്കെങ്കിലും ഒക്കെ തെറ്റിയിട്ടുണ്ടാവാം. എന്റെ കയ്യിൽ ചോദ്യമില്ല, ഇപ്പൊ ഫോണിലുണ്ട്, നോക്കാൻ മാർഗവും ഇല്ല, അതുകൊണ്ടാണ്. ഇല്ല, അപ്പൊ വേണ്ട, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും. ഇനി അഥവാ ആർക്കെങ്കിലും ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, അതായത് ആ നോബഡി വാണ്ട്സ് ടു ബി പുവർ എല്ലാം ക്ലിയർ ആണ് സുനിൽകുമാർ. ഓക്കെ, ആ നോബഡി വാണ്ട്സ് ടു ബി പുവർ ഞാൻ
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിപ്പിച്ച നിയമം ഇതായിരിക്കാനാണ് സാധ്യത. ഓക്കെ, എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ. ഞാൻ ഇതിലേക്ക് വരാം. ഓക്കെ, വേണ്ടാന്ന് വിചാരിച്ചതാണ്, ഇതിലേക്ക് വരാം. ഓക്കെ, കാരണം നമ്മുടെ ടോപ്പിക്കിൽ അടുത്ത് പഠിക്കാനുള്ള ഒരു നിയമമാണിത്. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇത് തെറ്റിയവർ മനസ്സിലാക്കുക. നമുക്കിവിടെ ഓക്സിലറി വെർബൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വെർബിനെ പിരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റൂ. വാണ്ട്സ് എന്നുള്ളത് എസ്സിൽ അവസാനിച്ച വെർബാണ്. എസ്സിൽ അവസാനിക്കുന്ന ഒരു വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് എന്നേ കിട്ടൂ. ഓക്കെ, ജയലക്ഷ്മി ആണെന്ന് തോന്നുന്നു ചോദ്യം കമന്റ് ചെയ്തത്. അപ്പോ ഇവിടെ സഹായക ക്രിയകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാണ്ട്സ് എന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എസ്സിൽ അവസാനിക്കുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡസ് എന്ന് കിട്ടണം. ഇനി നമ്മൾ ടാഗ് പോസിറ്റീവിൽ എഴുതണോ നെഗറ്റീവിൽ എഴുതണോ എന്നൊന്ന് നോക്കുകയാണ്. ചോദ്യം നോക്കുമ്പോൾ അറിയാം നോബഡി എന്നുണ്ട്, ഇത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവിൽ വേണം എഴുതാൻ. അതായത് ഇനി ഇവിടെ ഒരു നോട്ടിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കണ്ട, കാരണം ഇത് നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സബ്ജക്റ്റ് ആണ്. നമ്മൾ പഠിച്ചതാണ് എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, എയ്തർ, നെയ്തർ, ഈച്ച്. ഇങ്ങനെയൊക്കെ വന്നാൽ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് ദേ കൊടുക്കണം. ഓക്കെ, ഇതിന്റെ ഓപ്ഷനിൽ എത്രാമതാണ് ഡസ് ദേ എന്ന് കിടന്നത് എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വരുമ്പോ ഡസ് ദേ എന്ന് കിട്ടും. നിർഭാഗ്യവശാൽ ഈ ദേ പ്ലൂറലും ഡസ് സിംഗുലറും ആയിപ്പോയി. ഓക്കെ, ഒരിക്കലും സിംഗുലറും പ്ലൂറലും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഡസ്സിനെ നമ്മൾ പ്ലൂറലാക്കും. അങ്ങനെ ആരാണോ വായിക്കകത്ത് പുട്ടുകുറ്റി എന്തെങ്കിലും എടുത്ത് കയറ്റി കാണും, പാവം. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ ഡസ് എന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത്. അത് സിംഗുലർ ആണ്. അപ്പോ സിംഗുലറും പ്ലൂറലും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിംഗുലറിനെ പ്ലൂറൽ ആക്കി മാറ്റും. അപ്പൊ ഡസിന്റെ പ്ലൂറലായ ഡു എന്ന് കിട്ടും. ആൻസർ ഡു ദേ എന്ന് കിട്ടും. ഓക്കെ, ജയലക്ഷ്മി ക്ലിയർ ആണോ? ജയലക്ഷ്മി ആണെന്ന് തോന്നുന്നത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ ഒന്നുമില്ല, നമ്മൾ മൈ ഫോൾട്ട്. പിന്നെ തീർച്ചയായിട്ടും എന്റെ തെറ്റല്ല, നിന്റെ തെറ്റാണ്. എന്റെ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനിത് ക്ലാസ്സിൽ വ്യക്തമായി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് തെറ്റാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോ നമുക്കിനി അടുത്ത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കുറെ സബ്ജക്റ്റുകൾ നമ്മുടെ ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്കിനകത്ത് നിർണായകമാണ്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ എഴുതിയ നോബഡി. ഓക്കെ, ഞാൻ ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചപ്പോഴും ഈ സബ്ജക്റ്റുകൾ പറഞ്ഞതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ ടോപ്പിക്കിനകത്ത് നമുക്കുള്ളതുമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് പിന്നീട് എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് കേൾക്കുക. പ്രാക്ടീസിന്റെ തേർഡ് ഫോം പ്രാക്ടീസ്ഡ് എന്നാണ്. ആ ചോദിച്ച ആളിന് വേണ്ടി പറയുന്നു, പ്രാക്ടീസ് എന്ന വെർബിന്റെ തേർഡ് ഫോം പ്രാക്ടീസ്ഡ് എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് ഹാഡ് അപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ, അത് നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അല്ല അപ്പൊ ഹാഡ് ഇപ്പൊ വെർബായിട്ടാണോ തന്നെ? ഹാഡ് വെർബാണ്. അതെ 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 അതെ. അതുകൊണ്ടാണ് പ്രാക്ടീസ് എന്ന് നിൽക്കുന്ന പ്രാക്ടീസ്ഡ് എന്ന് വരാത്ത. അതുകൊണ്ടാണ് ആ പ്രാക്ടീസ് അവിടെ നൗൺ ആണ്. സാറേ, അപ്പൊ ഈ ഹാഡ് നമ്മള് സാർ എന്ന് പറഞ്ഞേ, ഹാഡ് വെർബായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. എന്നെ കൊല്ലേ. ഓക്കെ, നമുക്കത് ഞാൻ ഈ ഒരു നിയമം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഒരു 2-3 മിനിറ്റ് അറിയാം. ഓക്കെ, ഞാൻ ചോദിച്ചത് തെറ്റുണ്ടോ? നീ സുനിലെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, സംശയമുള്ളത് അപ്പൊ ചോദിക്കണം. സുനിൽ ചോദിക്കും എന്തുണ്ടെങ്കിലും എനിക്കറിയാം. നമ്മള് അല്ലാതെ ലൈവ് ക്ലാസ്സിലാണെങ്കിലും
നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും സുനിൽ എന്തുണ്ടെങ്കിലും ചോദിക്കാം, നല്ലതാണ്. കാരണം ഇതേ സംശയമുള്ള വേറെ ആൾക്കാർ അവിടെ കാണും. ഓക്കെ, അപ്പോ അവർക്ക് വേണ്ടി നമ്മൾ അതിപ്പോ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഞാൻ കുറച്ച് സബ്ജക്റ്റുകൾ പറയും. അതില് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്ത ചോദ്യം നിങ്ങൾക്ക് നോക്കി അറിയാം. നോബഡി എന്ന ഒരു സബ്ജക്റ്റിനെ തുടർന്ന് വാണ്ട്സ് എന്ന് പറയുന്ന ഒരു വെർബ് തന്നു. ഓക്കെ, ഇതായിരുന്നല്ലോ നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ ചോദ്യം. നോബഡി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ തുടർന്ന് വാണ്ട്സ് എന്ന് പറയുന്ന വെർബ്. നോക്കി, ഇവിടെ എസ്സിൽ അവസാനിക്കുന്ന ഒരു വെർബാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കുക, ഈ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളെ നമ്മൾ സിംഗുലർ വെർബ് എന്നാണ് വിളിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നിയമം. ഓക്കെ, നോബഡി എന്ന സബ്ജക്റ്റിനെ തുടർന്ന് സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, നോബഡി എന്ന സബ്ജക്റ്റിനെ തുടർന്ന് സിംഗുലർ വെർബ് ഉപയോഗിക്കണം, ഒരിക്കലും പ്ലൂറൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ നോബഡിക്ക് ശേഷം സിംഗുലർ വരാൻ കാരണം. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ നിയമത്തിലേക്ക് പോകും. എവരിബഡി എവരിവൺ, സംബഡി സംവൺ, എനിബഡി എനിവൺ, നോബഡി നോവൺ, എയ്തർ നെയ്തർ ഈച്ച്. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, ഇപ്പൊ എഴുതരുത്. എവരിബഡി എവരിവൺ, സംബഡി സംവൺ, എനിബഡി എനിവൺ, നോബഡി നോവൺ, എയ്തർ നെയ്തർ ഈച്ച്. ഈ സബ്ജക്റ്റുകൾക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. എന്തുപയോഗിക്കാൻ പാടില്ല? പ്ലൂറൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇനി എഴുതുന്നവർ എഴുതുക, എവരിബഡി എവരിവൺ, സംബഡി സംവൺ. വീണ്ടും എഴുതരുത്. എവരിബഡി എവരിവൺ, സംബഡി സംവൺ, എനിബഡി എനിവൺ, നോബഡി നോവൺ. ഓക്കെ, ഞാൻ വീണ്ടും പറയും. എവരിബഡി എവരിവൺ, സംബഡി സംവൺ, എനിബഡി എനിവൺ, നോബഡി നോവൺ, എയ്തർ നെയ്തർ ഈച്ച്. ഇവ സബ്ജക്റ്റായി വരുന്ന ഒരു സെന്റൻസിനൊപ്പം അല്ലെങ്കിൽ ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇതാണ് നിയമം. ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷയ്ക്ക് ഈ ഒരു നിയമം വരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ഒന്ന് ഓർത്തു വച്ചേക്കണം. അപ്പോ തൊട്ടു മുമ്പ് വന്നൊരു സംശയം എന്തായാലും ക്ലിയർ ചെയ്തിട്ട് പോവാം. കാരണം നാളൊരു കാലത്ത് അതിൽ നിന്ന് ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി നെഗറ്റീവ് മാർക്ക് വരരുത്. ഞാൻ ഹാസ് ഹാവ് ഹാഡ് എന്ന വെർബിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഞാൻ താഴെ ആരോ മാർക്കിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് എഴുതി വച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കിൽ ഹാസ് ഹാവ് ഹാഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം, ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഹാസ് ഹാവ് ഹാഡ് ഒന്നുകൂടി എഴുതും. ഹാസ് ഹാവ് ഹാഡ്. ഇത് യഥാർത്ഥത്തിൽ ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബാണ് എന്നുള്ളതിനാണ് ടിക്കറ്റ് വച്ചേക്കുന്നത്. അതോടൊപ്പം ഇത് വെർബുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹാസ് ഹാവ് ഹാഡ് ഓക്സിലറി വെർബായിട്ടും
വെർബായിട്ടും ഉപയോഗിക്കുന്നു. ഇതാണ് ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഹാസ് ഹാവ് ഹാഡിനെ ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബായിട്ടും വെർബായിട്ടും ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ, he has played chess. Okay, he has played chess. നമ്മൾ ഈ പറഞ്ഞ ഹാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഹാസ് ഓക്സിലറി വെർബുമാണ്, വെർബുമാണ്. ഈ സെന്റൻസിൽ ഇത് ഓക്സിലറി വെർബാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ ഹാസിന് ശേഷം മറ്റൊരു വെർബ് കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ടോട്ടൽ 2 വെർബുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഹാസ് ഓക്സിലറി വെർബ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടത്തെ ഹാസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്കെ, കാരണം ഇവിടെ ഹാസ് ഒറ്റയ്ക്കല്ല, കൂടെ മറ്റൊരു വെർബ് കൂടി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കുക. ഹി ഹാസ് എ കാർ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഒരു ഹാസ് നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു, ഹാസ് ഓക്സിലറി വെർബുമാണ്, വെർബുമാണ്. രണ്ടായിട്ടും വരാം. നമ്മൾ നോക്കുകയാണ് ഈ ഹാസ് എന്താണ്. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടത്തെ ഹാസിന് ശേഷം മറ്റൊരു വെർബ് ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ വെർബ് മാത്രമേ ഉള്ളൂ, ഹാസ് മാത്രം. അങ്ങനെയെങ്കിൽ അത് വെർബായിട്ടായിരിക്കും ആ സെന്റൻസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ സെന്റൻസിൽ ഹാസ് ഓക്സിലറി ആയിരുന്നു, കാരണം അവിടെ 2 വെർബുണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ ഹാസ് വെർബാണ്, കാരണം ഒറ്റ വെർബേ ഉള്ളൂ. അപ്പോ ഒരു സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ഒറ്റയ്ക്ക് നിന്നാൽ വെർബ്, രണ്ടായിട്ട് നിന്നാൽ ഓക്സിലറി വെർബ്. ഞാൻ ഈ പറഞ്ഞ സാധനം ക്ലിയർ ആണോ? മൊത്തത്തിലാണ് ചോദിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായോ എന്നാണ് എന്റെ ചോദ്യം. ഹാസ് ഹാവ് ഹാഡ് ഒരു സെന്റൻസിൽ ഒറ്റയ്ക്ക് നിന്നാൽ വെർബ്, രണ്ടായിട്ട് നിന്നാൽ ഓക്സിലറി വെർബ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ടോപ്പിക്. ഓക്കെ, നമുക്കറിയാം, ഞാൻ തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചൊരു ചോദ്യമുണ്ട്, നോക്കോ. Nobody wants to be poor. Wants to be poor. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഈ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. ഓക്കെ, ഈ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ വാണ്ട്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഡസ് എന്ന് എടുത്തു ആദ്യം. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മുടെ നിയമം ഇതാണ്. ഒരു സെന്റൻസിനകത്ത് വെർബ് ഇല്ല എങ്കിൽ, ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് നിയമം. ഒരു സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ പറയുന്ന നിയമം. അങ്ങനെയാണ് നമ്മൾ ഇവിടെയും ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് എടുത്തത്. ഇത്രയും ക്ലിയർ ആണോ? അതായത് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഇതൊക്കെയാണോ? ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഞാൻ ഒരു പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാനൊരു ചോദ്യം എഴുതാൻ പോവുകയാണ്. നോക്കൂ, തീർച്ചയായിട്ടും തന്നിട്ടുണ്ടാവും. കഴിഞ്ഞ LDCയുടെ ചോദ്യമാണിത്. കഴിഞ്ഞ LDCക്ക്
കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നോക്കൂ. എവരി അഡൽറ്റ് ഹാസ് a right to marry. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് നമ്മൾ പറഞ്ഞ ഹാസ് ഹാവ് ഹാഡിൽ ഒരാളായ ഹാസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിയമത്തിലേക്ക് വരണം. ഈ ഹാസ് ഓക്സിലറി വെർബായിട്ടോ ആയിരിക്കാം ഈ ചോദ്യത്തിൽ. ഓക്കെ, നമ്മളത് കണ്ടുപിടിക്കുകയാണ്. ഇത് ഓക്സിലറി വെർബാണോ വെർബാണോ ഓക്കെ എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഹാസ് കഴിഞ്ഞാലുടൻ മറ്റൊരു വെർബുണ്ടോ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമുണ്ടോ? ഇവിടെ ഹാസ് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദമില്ല. ഓക്കെ, സാധാരണ നമുക്കറിയാം ഹാസോ ഹാവോ ഹാഡോ കഴിഞ്ഞൊരു വെർബ് ഉണ്ടെങ്കിൽ അത് തേർഡ് ഫോമിലായിരിക്കും. ഇവിടെ ഇതിന് ശേഷം തേർഡ് ഫോമിലുള്ള ഒരു വെർബ് കൂടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് വെർബാണ്. ഇതെന്തല്ല, ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് അല്ല വെർബ്. കാരണം ഒറ്റ വെർബ് ഉണ്ടെങ്കിൽ അത് വെർബായിരിക്കും, രണ്ടുണ്ടെങ്കിലാണ് ഹാസ് ഓക്സിലറി വെർബ് ആകുക. ഓക്കെ, അപ്പോ ഇത് വെർബാണ് എന്ന് പറഞ്ഞത് വരെയുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ് എന്നുള്ളതാണ്. ഇനി എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഇനി ഇത്രയും ഇങ്ങനെ താളം ചവിട്ടി സ്ലോയിൽ തന്നെ പോകാൻ കാരണം. അപ്പൊ നമ്മൾ പഠിച്ച നിയമം, ഇതിനകത്ത് ഇപ്പോ ഓക്സിലറി വെർബ് ഇല്ല. ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. ആരേ ഉള്ളൂ? വെർബേ ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ച എന്താ? ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ച നിയമം. പക്ഷേ ഹാസ് ഹാവ് ഹാഡ് വെർബായി നിൽക്കുമ്പോൾ ഇവിടത്തെ വെർബ് നേരത്തെ വെർബിൽ സെന്റൻസിൽ നിങ്ങൾ നോക്കിയറിയാം, നോബഡി വാണ്ട്സ് എന്നായിരുന്നു വെർബ്. ഓക്കെ, ആ വാണ്ട്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടത്തെ വെർബ് ഹാസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഹാസ് ഹാവ് ഹാഡ് വെർബായിട്ട് വരുന്ന ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഹാസ് ഹാവ് ഹാഡ് ഇവയിൽ ഒരെണ്ണം വെർബായിട്ട് നിൽക്കുന്ന ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഉണ്ടാക്കുന്നതിന് മുമ്പേ നോക്കണം, ഈ ഹാസ് ഹാവ് ഹാഡിന്റെ അർത്ഥം ഉണ്ട് എന്നാണോ കഴിക്കുക എന്നാണോ എന്ന് നോക്കണം. ഓക്കെ, എന്ന് വച്ചാൽ ഹാസ് ഹാവ് ഹാഡിന് രണ്ടർത്ഥമുണ്ട്. ഉണ്ട് എന്നും കഴിക്കുക അല്ലെങ്കിൽ ഈറ്റ് എന്ന അർത്ഥവുമുണ്ട്. ഓക്കെ, ഇതിൽ ഏതിലാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കണെന്ന് നോക്കണം. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ മുന്നിലിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ് ആണ് വെർബ്. ഹാസ് ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലാണോ ഈറ്റ് എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം ചോദിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ടാ? നമ്മൾ പറയും ഉണ്ട്. ആ ഉണ്ടല്ല, എനിക്കൊരു പേനയുണ്ട്, എനിക്കൊരു വാച്ച് ഉണ്ട്, എനിക്കൊരു ഫോൺ ഉണ്ട് എന്ന് വെച്ചാൽ ഇത് പൊസഷൻ, ഉടമസ്ഥത. ഓക്കെ, അപ്പോ ഈ ഹാസ് ഇവിടെ പൊസഷൻ എന്ന അർത്ഥത്തിലാണോ ഈറ്റ് എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേ. കമന്റ് ചെയ്ത് ഈറ്റ് ആണോ പി ആണോ, ഇ ആണോ പി ആണോ? കമന്റ് ചെയ്ത് ഈ ഹാസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈറ്റ് ആണോ പി ആണോ, ഈറ്റ് ആണോ പി ആണോ? ഓക്കെ, ആർക്കും തർക്കവും ഇല്ല, ഇത് പി ആണ്, പൊസഷൻ ആണ്. എന്തോ ഒരു സാധനം ഉണ്ട് എന്നാണ്. ഓക്കെ, അങ്ങനെ ഹാസിന്റെ അർത്ഥം പൊസഷൻ എന്നാണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഈറ്റ് എന്നാണെങ്കിൽ
ഈ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഹാസ് എന്നാണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണ്ട. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഇതിനെ അതുപോലെ ഉപയോഗിക്കണം. ഓക്കെ, ഒന്നുകൂടി പറയുന്നു. ഹാസ്, ഹാവ്, ഹാഡ് വെർബായി വരുന്ന ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് നോക്കണം. പൊസഷൻ ആണോ ഈറ്റ് ആണോ? ഈറ്റ് ആണെങ്കിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. ഹാസ് വന്നാൽ ഹാസിനെ ഓക്സിലറി വെർബായിട്ട് എടുക്കാം. ഹാവ് ആണെങ്കിൽ അതിനെ നമുക്ക് ഓക്സിലറി വെർബ് പോലെ എടുക്കാം. ഹാഡ് ആണെങ്കിൽ ഇതിനെയും ഓക്സിലറി വെർബ് പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നൗ ക്ലിയർ സാർ. സന്തോഷം. അപ്പോ ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ വെർബായിട്ട് വരുന്ന ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തോളണം. കഴിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് കിട്ടും. ഇവിടെ നമുക്ക് ഇതിന്റെ അർത്ഥം പൊസഷൻ ആണ്, അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണ്ട. ഹാസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഓക്സിലറി വെർബാക്കി മാറ്റണം. ഓക്കെ, യഥാർത്ഥ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്നത് ഇങ്ങനെ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ നമ്മുടെ PSC പരീക്ഷകളിൽ ഈ ഒരു നിയമത്തിലാണ് ഉത്തരത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഹാസ്, ഹാവ്, ഹാഡ് വെർബ് ആണെങ്കിൽ സാർ ലെറ്റസ് വച്ചുള്ള ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞു തരുവോ? ദിബിനാണ്. ഓക്കെ സാറേ, ഞാനത് ആ ക്വസ്റ്റ്യനിലെ അതില് ഹാഡ് ഹി മാത്രമാണ് അതില് ശരിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്റെ ശരിയായത്. അതിന് ഡിഡ് ഹി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഡിഡ് ഹി എഴുതിയാണ്. അതുകൊണ്ടാണ് ഞാൻ തെറ്റി എഴുതിയാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇത് ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? അപ്പോ ഒരാൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു. ഓപ്ഷനും വരാൻ ചാൻസ് ഉണ്ടോ? അതായത് ഇങ്ങനെ രണ്ടും ഇതില് ഓപ്ഷനായിട്ട് രണ്ട് ഓപ്ഷനും വരാൻ സാധ്യതയില്ല. വന്നാൽ നിലവിൽ കേരള PSCയുടെ ആൻസർ കീകൾ പ്രകാരം ഈ പറഞ്ഞതാണ് നിയമം. അപ്പോ ഒരാൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചു, ലെറ്റസിന്റെ കാര്യം ഒന്ന് പറയാമോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം അയാൾക്കും തെറ്റിക്കാണും. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ലെറ്റസ് എന്ന് വന്നാൽ ഷാൾ ബി. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇന്ന നിയമം. ലെറ്റസ് വന്നാൽ ഷാൾ ബി. ലെറ്റ് മീ എന്ന് വന്നാൽ ഷാൾ ഐ. ഇങ്ങനെ രണ്ട് നിയമങ്ങളാണ് പൊതുവിൽ പറയുന്നത്. ഓക്കെ, ഇനി ലെറ്റ് ഹിം എന്ന് വേണമെങ്കിൽ തരാം. ഓക്കെ, ഇങ്ങനെ എങ്ങനെ വേണോ തരാം. അപ്പോ ഇവിടെ ഞാൻ അതിനെ വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ് ഹെർ എന്ന് വേണമെങ്കിൽ തരാം. ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയും തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതും മാറ്റുന്നു. ലെറ്റസ് വന്നാൽ ഷാൾ ബി. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ലെറ്റസിന് ശേഷം പ്ലീസ് എന്നോ കൈൻഡ്ലി എന്നോ ഉണ്ടെങ്കിൽ, പ്ലീസ് എന്നോ കൈൻഡ്ലി എന്നോ ഉണ്ടെങ്കിൽ ഓക്കെ, ആൻസർ വിൽ യു ആക്കി മാറ്റണം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ലെറ്റിൽ തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെ ടാഗിലും വിൽ യു ചേരും. ഓക്കെ, അപ്പൊ ഇവിടെ ലെറ്റസ് എന്ന് മാത്രമേ ഉള്ളൂ, ഷാൾ ബി കൊടുക്കും. ലെറ്റസിനൊപ്പം പ്ലീസോ കൈൻഡ്ലിയോ ഒക്കെ ചേർന്ന് വന്നാൽ എന്ത് കൊടുക്കണം? വിൽ യു. കാരണം ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആയി മാറും. ഓക്കെ, ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചോദ്യം ഉണ്ടാക്കണമേ ലെറ്റ് മീ എന്ന് തരയാണ്. അപ്പൊ നമുക്കറിയാം ലെറ്റ് മീ എന്ന് വന്നാൽ ഇതിന്റെ ടാഗ് ഷാളൈ ആണ്. ലെറ്റ് മീ വന്നാൽ ഷാളൈ. അവൻ എത്രയും ഒരു അരക്കിറുക്കനാണെന്ന് വെച്ചോ, അവൻ വിചാരിക്കുകയാണ് ഇത് ഓപ്ഷൻ ഈ കൊടുക്കണ്ട, അവ എന്തിട്ടിരിക്കും? വില്ലിയോ ആയിരിക്കും ഇട്ടേക്കുക. എങ്കിലും നമ്മൾ എന്ത് കൊടുത്താൽ മതി? വില്ലി കൊടുത്താൽ മതി. ഇതൊന്നും ഓർക്കണം, ലെറ്റ് വരുന്ന ഏതൊരു സ്ഥലത്തും
will you വേണമെങ്കിൽ ചേരും. ഓക്കെ, അപ്പൊ രണ്ടും കൂടിയിട്ട് തരൂല. നമുക്ക് ഇവിടെ ലെറ്റസിനൊപ്പം ഷാൾ ബിയും വില്ലിയും തന്നു, കാരണം പ്ലീസ് ഉള്ളത് കൊണ്ടാണ്. കാരണം പ്ലീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിലേക്ക് പോകാവൂ? വില്ലിയിലേക്ക് പോകാം. അപ്പൊ ലെറ്റ് മീ എന്നൊരു ചോദ്യം. ഇവിടെ വില്ലിയും ചേരും, ഷാൾ ഐയും ചേരും. ഇത് രണ്ടും കൂടി എന്തായാലും തരില്ല. ഓക്കെ, അപ്പൊ ലെറ്റ് മീ ചേർന്ന് വരുന്ന ഒരു ചോദ്യത്തിൽ പ്ലീസ് ഒന്നും ഇല്ല എന്ന് കരുതുക, ലെറ്റ് മീ എന്നേ ഉള്ളൂ. ഷാൾ ഐയും ഉത്തരമായി വരാം, വില്ലിയും വരാം. ചോദ്യം ഉണ്ടാക്കുന്നവൻ ചിലപ്പോ ഷാളായി തരൂല, വില്ലിയു തരും, നമ്മളത് എടുക്കും. ചിലപ്പോ വില്ലിയു തരൂല, ഷാളായി തരും, നമ്മളത് എടുക്കും. പ്ലീസ് ചേർന്ന് വന്നാൽ ഇതിലാരെ എടുക്കാൻ പാടുള്ളൂ? വില്ലിയുവെ എടുക്കാൻ പാടുള്ളൂ. ഇത്രയും മാത്രം ഒന്ന് ഓർത്താൽ മതി. ദിബിൻ ക്ലിയർ ആയോ? ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ഇനി വീട്ടിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് നിങ്ങൾ ഒരു കമന്റ് ഇട്ടാൽ മതി. ആ ചോദ്യ നമ്പർ ഇട്ടാൽ മതി, മറുപടി ഞാൻ അതിൽ തന്നോളാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോ നമുക്ക് ഒരു നിയമം കൂടി പഠിച്ച് ഇന്നത്തെ ക്ലാസ് നടത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്ക് തീർക്കുകയും വേണം. അപ്പൊ ഈ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ് റെഡിയാണ്. അപ്പോ നിങ്ങൾ പഠിക്കുന്ന നന്നായിട്ട് പഠിക്കുക. പോയിട്ട് ഇന്നൊരു ഇഫ് ക്ലോസിന്റെ 50 ചോദ്യം കിട്ടിയായിരുന്നോ? ചെയ്ത് ചിലപ്പോ എല്ലാരും നോക്കിയെന്ന് ഉറപ്പില്ല എനിക്ക്. ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? ഒരാൾക്ക് കിട്ടി, സുനിൽ കുമാറിന് കിട്ടി. അപ്പോ ഷാരിക്ക് കിട്ടാതിരിക്കാൻ മാർഗമില്ലല്ലോ. എങ്കിൽ ഇന്ന് ക്വസ്റ്റ്യൻ കിട്ടും. കുറെ പേർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കൊടുക്കേണ്ട ഇടങ്ങളിലൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കപ്പോ അത് കിട്ടും. ഓക്കെ, പേടിക്കണം. അപ്പൊ നാളെ 10 മണിക്ക് ആൻസർ കീ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇന്ന് നിങ്ങൾക്ക് രാവിലെ ചിലർക്ക് സമയം കിട്ടൂല, അപ്പൊ രാത്രി ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ കീ നാളെ കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ നാളെ 10 മണിക്ക് മുന്നേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. 50 ചോദ്യം. അപ്പൊ അടുത്ത നിയമത്തിലേക്ക് പോകുന്നു. എ ഗുഡ് ഡീൽ ഓഫ്. എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഓക്കെ, ഏകദേശം ഒരേപോലെ തന്നെ. എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. plenty of, a lot of, some of, most of, part of, handful of, ഇങ്ങനെയൊക്കെ ഒരു സെന്റൻസിൽ നമുക്ക് വരാം. ഓക്കെ, ഒരു സെന്റൻസിനകത്ത് എ ഗുഡ് ഡീൽ ഓഫ് എന്നോ, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നോ, പ്ലെന്റി ഓഫ് എന്നോ, ലോട്ട് ഓഫ് എന്നോ, സം ഓഫ് എന്നോ, മോസ്റ്റ് ഓഫ് എന്നോ, പാർട്ട് ഓഫ് എന്നോ, ഹാൻഡ്ഫുൾ ഓഫ് എന്നോ, ഹാഫ് ഓഫ് എന്നൊക്കെയോ തരാം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ തുടർന്ന് ഒരു സബ്ജക്റ്റ് കാണും. ഓക്കെ, പറയുന്ന ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു സെന്റൻസ് ഇങ്ങനെ തന്നെ തുടങ്ങാം. എ ഗുഡ് ഡീൽ ഓഫ് എന്ന് തുടങ്ങാം, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് തുടങ്ങാം, പ്ലെന്റി ഓഫ്, ലോട്ട് ഓഫ്, സം ഓഫ്, ഇങ്ങനെയൊക്കെ തുടങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോ ഇത് ഇടയ്ക്ക് എവിടെയെങ്കിലും വരാം. ഓക്കെ, സാധാരണ ഇത് തുടക്കത്തിൽ തന്നെ വരും, ചിലപ്പോൾ ഇടയ്ക്കും വരും. ഇവ ഒരു സെന്റൻസിൽ ഇവയിൽ ഏത് പ്രയോഗം വന്നാലും ഇതിനെ തുടർന്ന് ഒരു സബ്ജക്റ്റ് കാണും. അതിനുശേഷം ഒരു വെർബ് കാണും. ആ വെർബാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ചോദ്യം എന്ന് പറയുന്നത് എ ഗുഡ് ഡീൽ ഓഫ് വരുന്ന ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ തുടർന്ന് ഒരു സബ്ജക്റ്റ് ചോദ്യകർത്താവ് തരും, നമ്മളോട് വെർബ് എഴുതാൻ പറയും. നമ്മൾ എന്ത് ചെയ്യണം? ഈ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം, അപ്പുറത്ത് ഉത്തരം കൊടുക്കണം. കാരണം ചിലപ്പോൾ സിംഗുലർ വരും, ചിലപ്പോൾ പ്ലൂറൽ. നമ്മൾ ഇതിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വെർബ് കൊടുക്കണം. ഈ കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ കൊടുക്കണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ കൊടുക്കണം. ഓക്കെ,
അപ്പോ ഇത് നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം. എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെന്റി ഓഫ്, ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, സം ഓഫ്, പാർട്ട് ഓഫ്, ഹാൻഡ്ഫുൾ ഓഫ്, ഹാഫ് ഓഫ്. ഇവയ്ക്ക് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു സെന്റൻസിൽ എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെന്റി ഓഫ്, ലോട്ട് ഓഫ്, സം ഓഫ്, പാർട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ഹാൻഡ്ഫുൾ ഓഫ്, ഹാഫ് ഓഫ് ഇങ്ങനെയൊക്കെ വന്നാൽ ഇവയെ തുടർന്ന് വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ. നിയമം ക്ലിയർ ആണോ? നിയമം ക്ലിയർ ആണോ? ഓക്കെ, ഇത് ക്ലിയർ ആണ്. എഴുതി കഴിഞ്ഞ് കാണുമെന്ന് കരുതുന്നു. എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഒരു സെന്റൻസിൽ എന്നിട്ട് ഇത്ര എഴുതുക. ഇവയെ തുടർന്ന് വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. ഓക്കെ, അപ്പോ ഞാൻ ഇവിടം കൊണ്ട് നിർത്താന്നാണ് കരുതിയത്. അപ്പൊ പെട്ടെന്ന് ആരുടെയോ ഒരാളുടെ ഒരു കമന്റ് ഇങ്ങനെ പാസ് ചെയ്തു. ഓക്കെ, അപ്പോ അയച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ആ ചോദ്യം ഞാൻ കണ്ടു. ആളതുകൊണ്ട് ഇനി കമന്റ് ചെയ്യണ്ട. ആരാണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. അതിനു മുന്നേ ഞാൻ ഒരു ചോദ്യം ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് തരണം. അധിക സമയം എടുക്കില്ല, പെട്ടെന്ന് തരാം. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ ആ ചോദ്യം തന്നിട്ടുള്ളതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. 2016 വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഞാൻ തന്നതിന് ശേഷം ആ ചോദിച്ച ആളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ 2016 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ on the wheel of life. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഇതിന്റെ ഓപ്ഷനുകളായിട്ടുണ്ടായിരുന്നത് ടേക്ക്, ടേക്സ്, took, will take. ഓക്കെ, നോക്കൂ. ഇവിടെ സബ്ജക്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് തന്നെ പഠിച്ചിരുന്നു. ചില സെന്റൻസുകളിലെ സബ്ജക്റ്റ് ആയിട്ട് എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, എയ്തർ, നെയ്തർ, ഈച്ച് ഇവ വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ചോദ്യത്തിലെ സബ്ജക്റ്റ് നമുക്കറിയാം. ഈ പറഞ്ഞ ഈച്ച് ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഈച്ച് വരുമ്പോ സിംഗുലർ വരണം എന്നാണ് നിയമം. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുമ്പോ ഇതിനകത്ത് കാഴ്ചയിൽ സിംഗുലർ ആയ ഒരൊറ്റ വെർബ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്താ? സിംഗുലർ എന്ന് പറയുന്ന വെർബ് എസ്സിൽ അവസാനിക്കും. അങ്ങനെ കാഴ്ചയിൽ സിംഗുലർ എന്ന് പറയുന്നത് ഈ ടേക്സ് ആണ്. ഓക്കെ, അപ്പോ പലർക്കും ഈ ചോദ്യം കാണുമ്പോൾ ഇതിന്റെ ഉത്തരം എന്താണെന്ന് തോന്നും. പഠിച്ച നിയമപ്രകാരം ഈ ടേക്സ് ആണെന്ന് തോന്നും. ഓക്കെ, ഇത് ചേരില്ല. കാരണം ഈ ചോദ്യത്തിൽ ഈച്ച് കഴിഞ്ഞ ഉടനെ കറണ്ട് പോയതാണ്
നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഓഡിയോ കേൾക്കാൻ പറ്റും. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആരും ലൈനിൽ നിന്ന് പോണ്ട, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ചോദ്യത്തില് നമുക്ക് പ്രശ്നമായിട്ട് ഈച്ചിന് ശേഷം ഒരു മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ട്. നമുക്കറിയാം വിൽ വുഡ്, ഷാൽ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ് ഇവയൊക്കെ മോഡൽ ഓക്സിലറി ആണ്. അങ്ങനെ ഇവിടെ നമുക്ക് ക്യാൻ എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി വന്നു. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനമായ ഒരു നിയമമുണ്ട്. മോഡൽ ഓക്സിലറിക്ക് ശേഷം ഒരു വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബേസ് ഫോം എന്ന് വെച്ചാൽ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോം എന്ന് വെച്ചാൽ അതിൽ നിന്നായിരിക്കണം ഒരു ING ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പറഞ്ഞ നിയമം ഒന്നുകൂടി പറയുന്നു. മോഡൽ ഓക്സിലറിക്ക് ശേഷം വെർബിന്റെ ബേസ് ഫോം മാത്രമേ പാടുള്ളൂ. ഈ തന്നിരിക്കുന്ന വെർബുകളിൽ ബേസ് ഫോം ഏതെന്ന് ചോദിച്ചാൽ ടേക്കാണ്. അങ്ങനെ ഇവിടെ ഉത്തരം ടേക്കെന്ന് കിട്ടും. കാരണം തൊട്ടടുത്ത് മോഡൽ ഓക്സിലറി ഉള്ളത് കൊണ്ട്. ഇവിടെ ഈ ക്യാൻ ഇല്ല എങ്കിൽ, അതായത് ഈച്ച് കഴിഞ്ഞാണ് ഡാഷ് എങ്കിൽ ഉത്തരം ടേക്സ് എന്ന് വരും. ടേക്സ്, ഇതാണ് ഉത്തരം. ഇവിടെ മോഡൽ ഓക്സിലറി വന്നത് കൊണ്ട്, ഈച്ചിന് ശേഷം മോഡൽ ഓക്സിലറി വന്നത് കൊണ്ട് ബേസ് ഫോം കൊടുക്കണം. ബേസ് ഫോം എന്ന് പറയുന്നത് ടേക്കാണ്, ഒരു വെർബിന്റെ അടിസ്ഥാന രൂപം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ടേക്കാണ്. കാരണം മോഡൽ ഓക്സിലറിക്ക് ശേഷം വെർബിന്റെ അടിസ്ഥാന രൂപം വരണം. അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ടേക്കാണ്, ആദ്യ രൂപം. ഓക്കെ, വീണ്ടും കറണ്ട് പോയി. ഇനി ഒരാള് ചോദിച്ച ചോദ്യം ഇതാണ്, അത് ഞാൻ നിയമമായിട്ട് തന്നെ പറയാം. ഒരു പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം വി, ഇതിന് ശേഷമാണ് ഈച്ച് വരുന്നതെങ്കിൽ, ഓക്കെ, വെർബ് കൊടുക്കുമ്പോൾ ഈ വിക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഓക്കെ, ഇതാണ് ഒരാൾ ചോദിച്ച ഡൗട്ട്. ഇതാണോ ചോദിച്ച ഡൗട്ട്? ഈച്ചുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടും. സരിത, യെസ്, ഓക്കെ. ഓക്കെ, ഒരു ചോദ്യം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഒരു പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷമാണ് ഈച്ച് വരുന്നതെങ്കിൽ ഈച്ച് വേണ്ട, ഈ വി വേണം പരിഗണിക്കാൻ. ഓക്കെ, ആദ്യ സബ്ജക്റ്റ്. ഇനി ഇങ്ങനെ വരുന്ന മറ്റൊരെണ്ണം കൂടിയുണ്ട്, ഒരു ഓഫ് ചേർന്ന് വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതൊന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ചോദിച്ച ആള് മനസ്സിലാക്കുക, ഒരു പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം ഈച്ച് വന്നാൽ ഈച്ചിനല്ല പ്രാധാന്യം, ഈ പ്ലൂറൽ സബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നിയമങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇന്ന് തന്നെ ആ ഇഫ് ക്ലോസിന്റെ ചോദ്യം അത്രയും ചെയ്തു നോക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് എന്തായാലും ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊള്ളുക. ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. എന്നിട്ട് 50 ചോദ്യം ചെയ്തു നോക്കുക. നാളെ 10 മണിക്ക് ആൻസർ കീ ഇടും. അപ്പോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.